എല്ലാവർക്കും നമസ്കാരം. LDC പരീക്ഷ തിരുവനന്തപുരം കഴിഞ്ഞു. ഇനി ശനിയാഴ്ച കൊല്ലം, കണ്ണൂർ എന്നീ ജില്ലകളുടെ എക്സാം ആണ്. അപ്പൊ ഇതേ തുടർന്ന് തന്നെ പുറകിലായിട്ട് ഒത്തിരി ജില്ലകളുടെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോ ജില്ലയിലെയും LDCക്ക് എത്ര പേര് കൺഫർമേഷൻ കൊടുത്തു എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. എക്സാമിന് അപ്ലൈ ചെയ്തവരെല്ലാവരും കൺഫർമേഷൻ കൊടുക്കണമെന്നില്ല. കൺഫർമേഷൻ കൊടുത്താൽ എല്ലാവരും എന്തായിരുന്നു എക്സാം എഴുതണം എന്നുമില്ല. അപ്പൊ കൺഫർമേഷൻ കൊടുത്തു എന്ന് പറയുന്നത് അതിന്റെ ലാസ്റ്റ് ഫിഗർ അല്ല. എക്സാം കഴിഞ്ഞാലാണ് എത്ര പേര് ആ എക്സാമിൽ അറ്റൻഡ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ LDC ഓരോ ജില്ലയിലും കൺഫർമേഷൻ കൊടുത്തവര് എത്ര പേരാണ് എന്നാണ് നമ്മളിപ്പോ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഒത്തിരി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തിരുവനന്തപുരം ജില്ലയില് 1,39,187 പേരാണ് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത്. 1,39,187. ഇനി ഇത് കൊല്ലം ജില്ലയിലാവുമ്പോ അത് 83,256 പേരാണ്. 83,256. ഇനി കണ്ണൂർ ജില്ലയിൽ നമ്മൾ നോക്കുമ്പോ 66,130 ആണ്. 66,130. പത്തനംതിട്ടയില് 38,636 ആണ് പത്തനംതിട്ടയില്. തൃശ്ശൂരിൽ വരുമ്പോ 73,774 ആണ്. 73,774. കാസർഗോഡ് 36,664 പേരാണ്. 36,664. ആലപ്പുഴ 62,510 പേരാണ്. 62,510. കോട്ടയം 43,691 ആണ് കോട്ടയം വരുന്നത്. 43,691. ഇനി പാലക്കാട് നമ്മൾ നോക്കുവാണെങ്കിൽ 83,822 പേരാണ്. 83,822 പേര്. ഇനി കോഴിക്കോട് 96,003 പേരാണ്. 96,003 പേര്. ഇടുക്കി ജില്ലയില് 32,463 പേരാണ്. 32,463. വയനാട് ജില്ലയില് 29,225 പേരാണ് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത്. 29,225 പേര്. മലപ്പുറം ജില്ലയില് 96,047 പേരാണ് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത്. 96,047. എറണാകുളം ജില്ലയില് 81,039 പേര്. 81,039 പേര്. അപ്പൊ ആദ്യം ഏറ്റവും അധികം കൺഫർമേഷൻ കൊടുത്തിരിക്കുന്ന ജില്ല, ഏറ്റവും കൂടുതൽ ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്. 1,39,187 പേരാണ്. 60% കൂടുതൽ പേര് മാത്രമേ തിരുവനന്തപുരത്ത് പക്ഷെ എക്സാം എഴുതിയിട്ടുള്ളൂ. ഇനി അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് മലപ്പുറം ജില്ലയും അതിന്റെ തൊട്ടു പുറകെ കോഴിക്കോടും ആണ് വരുന്നത്. ഇനി ഏറ്റവും കുറവ് നമ്മൾ നോക്കുവാണെങ്കിൽ വയനാടാണ്. അത് കഴിഞ്ഞ് രണ്ടാമത് കുറവ് ഇടുക്കിയാണ് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അടുത്തൊരു കുറവ് വരുന്നത് കാസർഗോഡാണ് വരുന്നത്. മൂന്നാമത്തെ കുറവ്. അപ്പോൾ എക്സാമിന് എല്ലാവരും പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസും നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം ലൈക്ക് ചെയ്യുക. താങ്ക് യു.